ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇനി ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളോട് ഡെയിലി ചോദിക്കുന്നതാണ് ഈ സ്ട്രക്ചർഡ് ഷോൾഡറിൻ്റെ മേക്കിംഗ് വീഡിയോ എന്നുള്ളത്, അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ 4 മീറ്റർ പ്ലെയിൻ നെറ്റ് ഫാബ്രിക്കും അതുപോലെ തന്നെ 1 മീറ്റർ ലൈനിങ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് സ്കേർട്ടിങ് പോർഷനാണ്, അതായത് ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടിലേക്കുള്ള ഫാബ്രിക്സൊക്കെയാണ്. ഇവിടെ 1 ഇയർ ബേബിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കസ്റ്റമൈസ് ചെയ്യുന്നത്. നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് ഈ ഒരു പിങ്ക്, ബേബി പിങ്ക് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിൽ നമ്മൾ ഈ ഒരു റിമൂവൽ സ്ട്രക്ചേർഡ് ഷോൾഡേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അതിന് എക്സ്ട്രാ വേറെ നമ്മൾ ഫാബ്രിക്കാണ് എടുത്തിട്ടുണ്ടായത്. അതിന് സെപ്പറേറ്റ് ഫാബ്രിക്കാണ് നമ്മൾ ആ ഒരു ടൈമിൽ എത്രയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 4 മീറ്റർ നെറ്റ് ഫാബ്രിക് ഇതുപോലെ 12 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 3 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 മീറ്റർ ഫ്ലെയറാണ് കിട്ടുക ഈ ഒരു ഫ്രോക്കിൽ. നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫാബ്രിക്സ് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഫ്ലെയർ വേണ്ട, സിമ്പിളായിട്ടൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മീറ്ററിലോ 2 മീറ്ററിലോ ഈ ഫ്രോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളൊരു ആവറേജ് ഒരു നോർമൽ ലുക്കിലേക്ക് വേണ്ടിയുള്ള ഫ്രോക്കാണ് ചെയ്തിട്ട്, നമ്മൾ ഫ്രോക്കിൻ്റെ ലുക്കാണല്ലോ അത്രയും ഫ്ലെയർസാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ 12 മീറ്റേഴ്സ് 1 ഇയർ ബേബിക്ക് ആയതുകൊണ്ട് തന്നെ 12 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ബോട്ടം പാർട്ട് 10 ഇഞ്ചസാണ് ലെങ്ത്ത് വരിക. ടോട്ടൽ ഇഞ്ച് ലെങ്ത്ത് ബേബി ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫാബ്രിക്സ് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ലൈനിങ് ഫാബ്രിക്സാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ലൈനിങ് ഫാബ്രിക്സ് ഫസ്റ്റ് ലൈനിങ് എപ്പോഴും കട്ട് ചെയ്യുന്നത് ഫുൾ സർക്കിളിലായിരിക്കും. ഞങ്ങൾക്കിവിടെ സാറ്റിൻ ഫാബ്രിക്കോ അതുപോലെ തന്നെ നമ്മളെ ക്രേപ്പ് ഫാബ്രിക്കോ കോട്ടൺ ഫാബ്രിക്കോ ഏത് ഫാബ്രിക്കും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്രേപ്പ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ആ ഒരു ബേബി പിങ്ക് നെറ്റ് ഫാബ്രിക് മാച്ചിങ് ആയിട്ട് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. സാറ്റിൻ ഫാബ്രിക് എടുക്കുമ്പോൾ അതിന് ഷെയ്ഡ് ചെറിയ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്രേപ്പ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കസ്റ്റമൈസേഷനാണ്. അതുപോലെ തന്നെ കസ്റ്റമറിന് സാറ്റിൻ വേണമെങ്കിൽ സാറ്റിൻ യൂസ് ചെയ്യാം, കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ സിൽക്ക് ഫാബ്രിക്, സാൻഡൻ ഫാബ്രിക്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നമ്മൾ ഫുൾ സർക്കിളിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി 15 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിൽ 4ആയിട്ട് ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം 1 മീറ്റർ ഫാബ്രിക്കേ വേണ്ടു, പക്ഷേ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫാബ്രിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫാബ്രിക്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ 15 ഇഞ്ചിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് 2-3 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാബ്രിക്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സ്വിമ്മിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ്, നിങ്ങൾക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും ചെയ്യുന്നതാണ് 1 ഇയർ ബേബിൻ്റെ ഫ്രോക്കൊക്കെ. അപ്പോൾ നമ്മളിവിടെ 1 ഇയർ ബേബിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഡെയിലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങനെ നല്ല മുട്ടം പണിയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെഷർമെൻറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 2-3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കറക്റ്റായിട്ടുള്ള അളവിലേക്ക് കിട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിലേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എല്ലാ സൈഡും ഒരുപോലെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും മെഷർമെൻറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ലെങ്ത്ത് ആയാലും വിഡ്ത്ത് ആയാലും കുറച്ച് കൂടിപ്പോയാലും പ്രശ്നം, പക്ഷെ കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ വേണ്ടി ഫാബ്രിക്സൊക്കെ വാങ്ങിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം കൂടുതലായാലും പ്രശ്നമില്ല, നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ എക്സ്ട്രാ എടുത്താലും കുറച്ചൊന്ന് ഗ്യാദർ ചെയ്തിട്ടൊക്കെ ഫ്രിൽ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്കിവിടെ 1 ഇയർ ബേബിക്കാണല്ലോ. അപ്പോൾ ഞാൻ 10 ഇഞ്ചസാണ് കേട്ടോ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് ലെങ്ത്ത് വേണ്ട 10 ഇഞ്ചസാണ്. അത് അപ്പോൾ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് 12ൻ്റെ അടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അടിഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും, അതുപോലെ തന്നെ മുകളിലും സ്വിങ് അലവൻസ് അങ്ങനെ പോകുമല്ലോ. അപ്പം ആ ഒരു അളവിൽ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാനിവിടെ 3 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. എക്സ്ട്രാ വേസ്റ്റിൻ്റെ ഭാഗത്ത് എടുത്താൽ നമുക്കത് ഫോൾഡ് ഒന്ന് ഗ്യാദർ ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 20 ഇഞ്ചസാണ് കേട്ടോ നമുക്ക് വേസ്റ്റ് വേണ്ടത്. അപ്പം 2.5 ഇഞ്ചൊക്കെ മതിയാവും, എന്നാലും ഞാൻ എക്സ്ട്രാ എടുക്കുന്നതാണ്.
അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ഫുൾ സർക്കിളിലൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇതുപോലെ ഫീലിങ്സ്. എന്താ വെച്ചാൽ നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ലാസ്റ്റ് ഉണ്ടാവും ഒരു ഫ്രോക്കിങ്ങനെ ലൈനിങ് അങ്ങനെ അൺഈവനായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഫ്രോക്കിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫ്രോക്കിൽ പോലും ഞാൻ ഇതുപോലെ കാണാറുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിക്കാറുണ്ടെന്ന് പലരും ശ്രദ്ധിക്കാറുണ്ടാവുമായിരിക്കും. നമ്മളെ ഫ്രോക്കിൻ്റെയൊക്കെ അടിയിലിങ്ങനെ അൺഈവനായിട്ട് ഒരു ഏത്തക്കുത്ത എന്ന് പറയില്ലേ നമ്മളിവിടെ എങ്ങനെയാണ് പറയുക, ഏത്തക്കുത്ത നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ഇതുപോലെ രണ്ടാമതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ഫുൾ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും അതുപോലെ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കണ്ടൻ ഫാബ്രിക്കൊന്നും കട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾറെഡി നമ്മുടെ ചാനൽ അതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഷോർട്സ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കട്ടിങ് ചെയ്തിട്ടുള്ളത് നെറ്റ് ഫാബ്രിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ലൈനിങ്ങും മാത്രമാണ്. അതിനുശേഷം ഞാനിവിടെ നമ്മളെ ബോഡി പാർട്ടിലേക്കുള്ള ഫാബ്രിക്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം നമ്മൾ ഈ ഒരു 1 മീറ്റർ ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഫാബ്രിക്സ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സീറോ വേസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് 1 മീറ്റർ ഫാബ്രിക്കിൽ തന്നെ എല്ലാം ബോയായാലും ഹെയർ ബാൻഡ് ആയാലും ലൈനിങ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ 2 സ്ട്രാപ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ, അതായത് 2 സൈഡ് സ്ലീവ്സ് ഇല്ല, അതുപോലെ തന്നെ സ്ട്രാപ്സ് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാനിവിടെ ബോഡി ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഫാബ്രിക്കും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലുള്ള ഫാബ്രിക് നമുക്ക് ആകെ ഒരു 7 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഫാബ്രിക് വേണ്ടുള്ളൂ. അതുപോലെ തന്നെ ഡബിൾ ലൈനിങ് കൊടുത്തിട്ടാണ്, നെറ്റ് ഫാബ്രിക്കാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്, അതിന് ഡബിൾ ലൈനിങ് വരുന്നുണ്ട്. നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഡബിൾ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഫാബ്രിക്സ് ആണോ എടുക്കുന്നത് ബേസായിട്ട്, അപ്പോൾ നമ്മൾ സാറ്റിനാണോ അല്ലെങ്കിൽ ഹെവി ആയിട്ട് വർക്കൊക്കെ വരുന്ന ഫാബ്രിക്സൊക്കെ ആണെങ്കിൽ നമുക്ക് സിംഗിൾ ലൈനിങ് ഒക്കെ മതിയാവും. പിന്നെ നിങ്ങൾ ഞാനിവിടെ രണ്ടും സെയിം ലൈനിങ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ, ക്രേപ്പ് ഫാബ്രിക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് നമ്മൾ ചെയ്യുന്ന ഫ്രോക്സിലൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്താൽ മതിയെങ്കിൽ സിംഗിൾ ലൈനിങ് എടുത്താൽ മതി. പിന്നെ സെക്കൻഡ് ലൈനിങ് കോട്ടൺ ലൈനിങ് എടുക്കുന്നവർക്ക് കോട്ടൺ ലൈനിങ് എടുക്കാം. സാറ്റിൻ ഫാബ്രിക്കാണ് വേണ്ടതെങ്കിൽ സാറ്റിൻ ഫാബ്രിക് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചില കസ്റ്റമേഴ്സ് പ്രത്യേകം പറയാറുണ്ട് നമുക്ക് കോട്ടൺ ഫാബ്രിക് ഇൻസൈഡ് വേണ്ട എന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും, ഇതെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പം ചിലർ അവരൊരു ലൊക്കേഷൻസ് ഉണ്ടാകുന്ന ക്ലൈമറ്റിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ് ചില കസ്റ്റമേഴ്സ് ഞാൻ ലാസ്റ്റ് ടൈം ചെയ്ത ടൈമിൽ നമുക്ക് സെയിം കളറിലുള്ള വെൽവെറ്റിലുള്ളൊരു ഫുൾ സ്ലീവ് ടോപ്പും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കസ്റ്റമൈസേഷൻ വന്ന സമയത്ത്. അപ്പം ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ബോഡി പാർട്ട് 7 ഇഞ്ചസ് ആണ് കേട്ടോ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, ബോഡി ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലേക്കുള്ള ഫാബ്രിക് നമ്മളൊരു 1/2 ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ടോട്ടൽ 4 പീസസാണ് എടുത്തിട്ടുള്ളത്, 7 ഇഞ്ചസ് വരുന്നത്. അതിൽ 2 പീസ് എക്സ്ട്രാ സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ചസും പിന്നെ നമ്മൾ സ്ട്രാപ്പിനൊരു 3 ഇഞ്ചസ്, 1 സൈഡ് 3 ഇഞ്ചസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 10 ഇഞ്ചസ് നമ്മൾ ഫാബ്രിക്സ് വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വരുമ്പം ഒരു 8 ഇഞ്ചിൻ്റെ അടുത്തേ ഉണ്ടാവാം. അപ്പോൾ അത്രയും നമ്മൾ സ്യൂയിങ് അലവൻസ് എടുക്കുന്നുണ്ട് ബോഡിയിലേക്കായാലും. അപ്പം നിങ്ങൾ എത്രയാണോ ഫാബ്രിക്സ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സ്യൂയിങ് അലവൻസ് എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് ഫാബ്രിക്സ് കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ എപ്പോഴും എക്സ്ട്രാ ഫാബ്രിക്സ് എടുക്കാറുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് 4 ഇഞ്ചസ് ആണ് കേട്ടോ. സ്ട്രാപ്പും ഒക്കെ കൊടുക്കുന്നുണ്ടാണ്. അതിന് ശേഷം ഒന്ന് സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കും ഫ്രണ്ട് പോർഷനിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചസ് ആണ്. അപ്പം നമ്മൾ 1.5 ഇഞ്ചസ് ആണ് നമ്മൾ കൈക്കുഴി ബോഡിയിലേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എത്ര സൈസിലാണോ എടുക്കുന്നത് സ്ട്രാപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് ബോഡിയിലേക്ക് കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ കട്ട് ചെയ്യുന്നത് 4.5 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അതുപോലെ തന്നെ സ്ട്രാപ്പിന് ലെങ്ത്തൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ കുറക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിൽ ബോഡി വിഡ്ത്ത് വരുന്നത് ഞാനിവിടെ 7 ഇഞ്ചസോളം എടുക്കുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറക്റ്റ് വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ നോർമലി വരേണ്ടത് 20 സൈസാണ് വരേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഒരു 5 ഇഞ്ചസ് അല്ലെങ്കിൽ 5.5 ഇഞ്ചസാണ് വരേണ്ടത്. നമ്മൾ എക്സ്ട്രാ എപ്പോഴും ഫാബ്രിക്സ് എടുക്കാറുണ്ട് എല്ലാത്തിലും. നമ്മൾ
അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫാബ്രിക്സ് നിങ്ങൾ ഏത് രീതിയിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിവിടെ നമ്മളുണ്ട് സ്യൂയിങ് അലവൻസിൻ്റെ 1 ഇഞ്ചിന് മുകളിലേക്ക് വരും എല്ലാ ഭാഗത്തും, ബോഡിയിലൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം അതിനുള്ള കറക്റ്റ് സൈസിലേക്ക് വരുള്ളൂ. അപ്പം അത്രയും ഞാൻ സ്യൂയിങ് അലവൻസായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാറുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലുള്ള ഫാബ്രിക്സ് നമ്മൾ ഇതുപോലെ ഒന്ന് കവ് ചെയ്തിട്ട് എക്സ്ട്രാ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് പോർഷനിൽ എക്സ്ട്രാ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ കൈക്കുഴിയും എക്സ്ട്രാ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ ജിബ് വെക്കുന്നതുകൊണ്ട് തന്നെ ജിബ് നമ്മൾ ആ ഒരു പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിലേക്ക് ഫാബ്രിക്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയുള്ള ഫാബ്രിക്സും കൂടെ കട്ട് ചെയ്തെടുക്കാം. സ്ട്രാപ്പ് ഫാബ്രിക്സ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ എത്ര വീതി വേണോ അതുപോലെ തന്നെ ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ടുള്ളൊരു ഫാബ്രിക്സ് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചസുള്ള ഫാബ്രിക്സാണ്. അത് 2 പീസിലേക്കും 1 സൈഡിലേക്ക് 6 ഇഞ്ചസ്, അതായത് 3 ഇഞ്ചസാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക്, അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ടോട്ടലി ഒരു 30 ഇഞ്ചസ് സ്യൂയിങ് അലവൻസ് അടക്കം 13 ഇഞ്ചസ് 13 ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു ഫാബ്രിക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീതി വരുന്നത് നമ്മൾ ഫോൾഡ് ചെയ്ത സമയത്ത് നമുക്കൊരു 1/4 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം വരുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചസോളം ഫാബ്രിക്സ് വീതിയും ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഫാബ്രിക്സ് എടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തിട്ടുള്ളത് സ്യൂയിങ് അലവൻസ് ആണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും വീതി ഉണ്ട് എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് അത്രയും എടുക്കുള്ളൂ, ബാക്കിയുള്ളത് എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ്. 2 സൈഡിലേക്കുള്ള ഫാബ്രിക്സ് 2 സ്ട്രാപ്പിനും ആ ഒരു ഫാബ്രിക് മതിയാവും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന ഏറ്റവും മെയിനായിട്ടൊരു പാർട്ടാണ് ഈ ഒരു സംഭവം. ഇതാണ് നമ്മൾ സ്ട്രക്ചർ ഷോൾഡറിലൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത്. ഫിഷിംഗ് ത്രെഡാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.6 mm ത്രെഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക് നമ്മൾ സ്ട്രക്ചർ ഷോൾഡർ 1 മീറ്റർ ഫാബ്രിക്സ് ആണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1 മീറ്റർ ഫാബ്രിക്കിൽ 37 ഇഞ്ചസോളം നമ്മൾ ഫാബ്രിക്സ് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ട്രക്ചർ ഷോൾഡറിലേക്ക് വേണ്ട ഫാബ്രിക്സ് അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം, കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചേർഡ് വേണ്ടത്. അതിനനുസരിച്ച് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്സ് കുറച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് ഇതുപോലെ 1 സൈഡ് സിംഗിൾ ഫൂട്ടർ അല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതുപോലെ പൈപ്പിംഗ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിൻ ടെക്സ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് കാണാൻ ഭയങ്കര ഈസി ആയിരിക്കും ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതൊക്കെ. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര വല്ലാത്ത ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫാബ്രിക്കിൽ, നെറ്റ് ഫാബ്രിക്കിൽ അല്ലെങ്കിൽ വേറെ ഓർഗൻസ ഫാബ്രിക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഫാബ്രിക്കിൽ ഭയങ്കര ടാസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ പ്ലെയിൻ നെറ്റിലേക്കും അതുപോലെ തന്നെ ഓർഗൻസ ഫാബ്രിക്കിലൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ നെറ്റ് ഫാബ്രിക്കിൽ അതുപോലെ തന്നെ 2 പീസ് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് എത്രയാണോ നമ്മൾ ആ ഒരു നമുക്കിങ്ങനെ കേർവായിട്ട് വേണ്ട അതിനനുസരിച്ച് എടുക്കാം. ഞാൻ 12 മീറ്റേഴ്സും അതുപോലെ 12 ഇഞ്ചസും അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെയും 2 പീസുകളാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിലേക്ക് വെക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതൊക്കെ ഈ ഒരു ഫാബ്രിക്സ് തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ത്രെഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഉള്ള ഫാബ്രിക്സ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം ഈ സ്ട്രക്ചർഡ് ഷോൾഡേഴ്സൊക്കെ. അതിനുശേഷം നമ്മൾ നെറ്റ് ഫാബ്രിക് ഗ്യാദർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നെറ്റ് ഫാബ്രിക് എങ്ങനെയാണ് ഗ്യാദർ ചെയ്യുന്നത് ഫൂട്ട് യൂസ് ചെയ്തിട്ടും പിൻ യൂസ് ചെയ്തിട്ടും ഒക്കെ ഡിഫറെൻറ്റ് പാറ്റേണിൽ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ റീൽസിലായാലും ഷോർട്സിലായാലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ആ ഒരു വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ 3 പീസുകളായിട്ടാണല്ലോ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തിട്ടുള്ളത്. അത് 3 ഗ്യാദർ ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 3 ലെയേഴ്സായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സിംഗിൾ ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാറ്. ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാത്തിനും മുകളിൽ 2-3 സ്റ്റിച്ചസൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം കുറച്ചും കൂടെ നമുക്ക് എത്ര സ്റ്റിച്ചസ് വരുന്നോ അതിനനുസരിച്ച് ഭംഗി കൂടുന്നത് എൻ്റെ ഒരു
മനസ്സിലാക്കൽ. അപ്പം നിങ്ങൾക്ക് സിംഗിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും എക്സ്ട്രാ സ്റ്റിച്ചസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2-3 സ്റ്റിച്ചസൊക്കെ കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഇങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടിരിക്കൽ. എന്താണെന്നറിയില്ല, വീഡിയോസ് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു അബദ്ധമാണ്. ചില ആൾക്കാർ വിചാരമുണ്ട് എന്താണ് വീഡിയോസ് കൂടുതൽ എടുക്കാത്തത്, അല്ലെങ്കിൽ റീൽസ് ഇതിനൊക്കെ എടുക്കുന്ന എഫേർട്സ് എത്രയാണെന്ന് പലർക്കും അറിയില്ല. നിങ്ങളെന്തിനാ ഇങ്ങനെ വെറുതെ റീൽസ് ഇടുന്നത്, അല്ലെങ്കിൽ ഷോർട്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എടുക്കുന്ന എഫേർട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ടൈം നമുക്കിതിൽ വേസ്റ്റ് ആവാറുണ്ട് നമ്മളെ സമയം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ 3 ലെയേഴ്സായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. നിങ്ങൾക്ക് സിംഗിൾ ലെയറായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് എനിക്കിഷ്ടം, ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി എക്സ്ട്രാ ലെയേഴ്സോ അല്ലെങ്കിൽ ഫ്ലെയറോ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാബ്രിക്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബോഡി പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനിടയിൽ ബോഡി പാർട്ടൊക്കെ സിസ്റ്റർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്സൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് വ്യൂവും കിട്ടിയിട്ടുണ്ട് ഞാനിതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ, നമ്മൾ ഫുൾ സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ബാക്ക് പോർഷന് നമ്മളെ നെറ്റ് ബോട്ടം പാർട്ടിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കോട്ടൺ ലൈനിങ് കൂടെ ഞാൻ ബോഡി പാർട്ടിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇത് സത്യം പറഞ്ഞാൽ വേറൊരു ഫ്രോക്കിനാണ് കേട്ടോ. ഞാൻ ആദ്യം കട്ട് ചെയ്ത ഫ്രോക്കിൻ്റെ അല്ല, ഇതിൽ ഈ ഒരു കസ്റ്റമർ കോട്ടൺ ലൈനിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചില വീഡിയോസ് നമ്മൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനും കൂടെ അതിലേക്ക് ആഡ് ചെയ്തതാണ്. ഇത് കോട്ടൺ ക്ലോത്തിലേക്ക് വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ട്രക്ചർ ഷോൾഡറിൻ്റെ സെറ്റ് ചെയ്യുന്നതാണ്. ഈ നെറ്റ് ഫാബ്രിക് വന്നിട്ടുള്ളത് 12 ഇഞ്ചസാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് 8 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീതിയൊക്കെ ഞാൻ 12 ഇഞ്ചസ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർഡ് ഷോൾഡർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു അതിൻ്റെ മുകൾ വശത്തേക്കുള്ള ഒരു പാർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന റീൽസും ഷോർട്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ സ്ട്രക്ചർഡ് ഷോൾഡേഴ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റിമൂവൽ ബെൽറ്റാണ്, അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ കാണാം. പിന്നെ എന്തിനാണ് വെറുതെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നത് വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായത്. അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ ഷോർട്സും റീൽസും കണ്ടാൽ മതിയാവും, മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ആദ്യം ഇതുപോലെയുള്ളൊരു ഫ്രോക്ക്, സിമ്പിളായിട്ടുള്ള ഫ്രോക്ക്, പിന്നെ നമുക്ക് ആ സ്ട്രക്ചർഡ് ഷോൾഡറും കൂടെ വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഫ്ലെയറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.